അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലാണ്. കൊടുങ്ങല്ലൂർ ഈ വർഷത്തെ ഭരണി മഹോത്സവം ആരംഭിക്കാറായി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 23-ാം തീയതി, അതായത് ഫെബ്രുവരി 23-ന് കുംഭഭരണിയോടുകൂടി ചെറുഭരണി കൊടിയേറ്റം കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് വരുന്ന ഞായറാഴ്ച, അതായത് 15-ാം തീയതി കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ്. അതായത് തിരുവോണം നാളിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്. ഭഗവതി തറവാട്ടുകാരാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ തച്ചോളി തറവാട്ടുകാരുടെ ആ ഒരു കോഴിയെ സമർപ്പിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് അന്നേ ദിവസം തന്നെ നടക്കും. അതിനുശേഷം ഭഗവതി അതിരൗദ്രഭാവത്തിലായി, അല്ലെങ്കിൽ ദാരികനുമായിട്ടുള്ള യുദ്ധത്തിന് അംഗം കുറിച്ചു എന്നൊക്കെ പറയാം. അതായത് കുംഭഭരണിക്ക് കൊടി കയറുമ്പോൾ തന്നെ യുദ്ധത്തിനുള്ള ആ ഒരു ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം തന്നെ കാവ് രൗദ്രഭാവത്തിലേക്ക് ആവും. അതിനുശേഷം കോഴിക്കല്ല് മൂടുന്നത് എന്ന് പറയുന്നത് യുദ്ധത്തിന് അംഗം കുറിക്കുന്നതിന് സമാനമാണ്. അതിനുശേഷം അന്ന് തന്നെ വേണാടൻ കൊടികൾ ഉയരും. അതായത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ നീളത്തിൽ ഒരു കയറിൽ കൊടി കെട്ടുന്ന ആ ഒരു ചടങ്ങാണ്. അതാണ് യുദ്ധം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ സൂചന. അതിനുശേഷം പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് 19-ാം തീയതി, അതായത് മാർച്ച് 19-ന് പുലക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് കീഴ്ക്കാവ് എന്നുകൂടി അറിയപ്പെടുന്ന പുലക്കാവിൽ വെച്ച് ഉത്രട്ടാതി ഗുരുതി നടക്കും. അന്ന് നൂറുകണക്കിന് കോഴികളെ അവിടെ ബലി കൊടുക്കും. അതുപോലെ ആടുകളെ ബലി കൊടുക്കും. യഥാർത്ഥത്തിൽ ആ കൗള സമ്പ്രദായത്തിലുള്ള ചോര കൊടുത്തുകൊണ്ടുള്ള ബലി എന്ന് പറയുന്നത് അന്നാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇവിടെ ഗുരുതിക്ക് എല്ലാ ദിവസവും നടക്കുന്ന ഗുരുതിക്ക് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലല്ല ഗുരുതി നടക്കുന്നത്. പണ്ടിവിടെ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ധാരാളം കോഴികളെ വെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. പല ദേശത്തു നിന്നും ആയിരക്കണക്കിന് കോഴികളെയാണ് വെട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു മൃഗബലി നിരോധിച്ചതിന് ശേഷം ഇവിടെ അത് നടക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവതിക്ക് വേണ്ടത് പുലക്കാവിൽ വെച്ച് ഉത്രട്ടാതി നാളിലാണ് കൊടുക്കുന്നത് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. അതിനുശേഷം 20-ാം തീയതി രേവതി വിളക്കാണ്. രേവതി വിളക്ക് എന്ന് പറയുന്നത് ഇവിടെ മുന്നിലുള്ള വടക്കേ നടയിലുള്ള ആ ഒരു ദീപസ്തംഭം മുഴുവൻ തിരികൾ വെച്ച് തെളിയിക്കുക എന്നുള്ളതാണ്. അത് ഭഗവതി ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ദിവസമാണ് അശ്വതി എന്ന് പറയുന്നത്. അശ്വതി കാവതീണ്ടൽ എന്ന് പറയുന്ന ചടങ്ങ്, ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള കാവതീണ്ടൽ ചടങ്ങ് അന്നാണ് നടക്കുന്നത്. അന്ന് 12 മണിയോടുകൂടി നടയടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാവേലൻ ഭഗവതിക്ക് വേണ്ട ആ മരുന്നിൻ്റെ കൂട്ട് കൊണ്ടുവന്ന് തൃച്ചന്തരി ചാർത്ത് എന്ന് പറയുന്ന ആ ഒരു പൂജ, വിശേഷാൽ പൂജ അന്നാണ് നടക്കുന്നത്. അത് 12 മണിക്ക് ആരംഭിക്കും. അപ്പോൾ 12 മണിക്ക് മുൻപ് ഇവിടെ ദർശനം നടത്തേണ്ടവർ എത്തണം എന്നുള്ളതാണ് അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. ആ തൃച്ചന്തരി ചാർത്ത് പൂജ കഴിഞ്ഞതിന് ശേഷം നിലപാട് തറയിൽ വന്ന് തമ്പുരാൻ ചുവന്ന മുത്തുക്കുട ഉയർത്തി കാണിക്കുന്നതോട് കൂടിയിട്ടാണ് ഇവിടെ കാവതീണ്ടൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതി ഭരണി നാളാണ്. യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയും എന്നുണ്ടെങ്കിലും നട അടയ്ക്കുന്നത് തൊട്ട് തലേ ദിവസം അശ്വതി കാവതീണ്ടലിൻ്റെ അന്നാണ്. ഭരണിക്ക് ഇവിടെ നടക്കുന്നത് നട തുറന്ന് വരിയരി പായസം നേദ്യമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കലാണ്. അത് ഔഷധം എന്നുള്ള രീതിയിലാണ് ഭഗവതിക്ക് കൊടുക്കുന്നത്. ഇത്രയുമാണ് ഭഗവതിയുടെ ആ ഒരു കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത്. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നടതുറപ്പ് മഹോത്സവം നടക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ദേവിയുടെ ഭക്തർ, അത് വെളിച്ചപ്പാടുമാരായിരിക്കാം, കോമരങ്ങളായിരിക്കാം, അതുപോലെ തന്നെ ദേവിയുടെ ഭക്തന്മാരായിരിക്കാം, അങ്ങനെ എല്ലാവരും കാഴ്ച വസ്തുക്കളുമായിട്ട് ഭഗവതിയെ കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ട്. അത് 15-ാം തീയതിക്ക് ശേഷം, കോഴിക്കല്ല് മൂടിയതിന് ശേഷം ധാരാളം ഭക്തർ വന്ന് പോവും. മാത്രമല്ല ദേവിക്ക് വേണ്ടി യുദ്ധത്തിൽ നിണം സമർപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ദേവിയുടെ യുദ്ധത്തിൽ ആ പടയാളികളായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോമരങ്ങൾ എന്ന് പറയുന്നത് എത്തുന്നത്. അപ്പോൾ ഈ ഭരണി മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭരണി മഹോത്സവത്തിന് ഈ 1 മാസത്തെ നോയമ്പെടുത്ത് വ്രതമെടുത്ത് വരുന്ന എല്ലാ ഭക്തർക്കും ഭരണി ആശംസകൾ നേരുന്നു. അമ്മേശ്വരണം ദേവീശ്വരണം.